പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ട് ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലോക ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി അംഗത്വ പ്രചാരണത്തിന്റെ ഉദ്ഘാടനവും ഉപഭോക്തൃ സെമിനാറും നടത്തി. ആലപ്പുഴ ജില്ലാ സബ് ജഡ്ജ് പ്രമോദ് മുരളി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ അവകാശ സംരക്ഷണ സംവിധാനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ ഉതകും വിധം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അതിന്റെ ആ ഒരു സർവീസ് കിട്ടാം എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും ഒരു സംശയമുണ്ടാകും. പക്ഷേ അതിനെ സംബന്ധിച്ചുമൊക്കെ ഇത് നിയമങ്ങളിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി കൺസ്യൂമറുടെ അവകാശങ്ങൾ എന്താണ്, കൺസ്യൂമർക്ക് എവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ഈ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, സർവീസിൽ കൃത്യമായിട്ടുള്ള സേവനം നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ ഏത് അധികാര കേന്ദ്രം വഴി നമുക്ക് അതിനകത്ത് പരിഹാരം തേടാം എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ തീർച്ചയായിട്ടും ഈ നിയമങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൺസ്യൂമർ ഡേയിലെങ്കിലും ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഉപഭോക്തൃ കമ്മീഷനുകൾ സമയബന്ധിതമായി പ്രവർത്തിക്കാത്തതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇതിനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉടനെ അവകാശങ്ങൾ നമുക്ക് കൂടെ വരികയാണ്. കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്ന സംഗതി നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ റൈറ്റ്സിനെ അംഗീകരിക്കാനായി തയ്യാറില്ലാത്ത അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാത്ത കച്ചവടക്കാരും സർവീസ് ദാതാക്കളും നമ്മുടെ കൺസ്യൂമർ എന്ന് പറയുന്നത് കസ്റ്റമർ തന്നെ നമ്മൾ പറയുന്നത്, അവരുടെ കസ്റ്റമറായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർക്ക് നൽകുന്ന ദേശീയതല രാഷ്ട്രമിത്ര അവാർഡ് മുൻമന്ത്രി ജി സുധാകരനും സംസ്ഥാനതല ദേശമിത്ര അവാർഡ് അധ്യാപകനും കവിയുമായ ഫിലിപ്പോസ് സത്തമ്പള്ളിക്കും, ജില്ലാതല മാന്യമിത്രം അവാർഡ് തലവടി കൃഷ്ണൻകുട്ടി, PC റോക്കി, VI ജോൺസൺ എന്നിവർക്കും അദ്ദേഹം സമ്മാനിച്ചു. കൺവീനർ G രാജേന്ദ്രൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ഡോക്ടർ VN രമ, ഉഷ രാമചന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ശാസ്ത്ര സാഹിത്യകാരൻ NRC നായർ അംഗത്വ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി പ്രൊഫസർ R ഹരിദാസ് അംഗത്വ വിതരണം നടത്തി. തുടർന്ന് നടന്ന ഉപഭോക്തൃ സെമിനാർ അഡ്വക്കേറ്റ് അജയൻ വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ അവകാശ സംരക്ഷണ നടപടികളിലെ പോരായ്മകൾ എന്ന വിഷയം അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അവതരിപ്പിച്ചു. TN നമ്പീശൻ, VK ശ്രീധരൻ, V ഗോപകുമാർ, G രഞ്ജിത് കുമാർ, കരുമാടി മോഹൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മദ്യം, മയക്കുമരുന്ന് ഉൽപ്പാദനവും വിൽപ്പനയും നിരോധിക്കണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു. 100 ഉപഭോക്തൃ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ദേശീയ ജോയിന്റ് സെക്രട്ടറി K നന്ദകുമാർ സ്വാഗതവും പ്രോഗ്രാം കോഓർഡിനേറ്റർ KK ശശിധരൻ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.